പൊതുവേ രാത്രിയിൽ അങ്ങനെ അടുക്കള കിടന്ന് പണിയെടുക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ വയറ്റിലോട്ട് എന്തെങ്കിലും പോകണമെങ്കിൽ കുക്ക് ചെയ്യാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ ഷോപ്പൊക്കെ പൂട്ടി നേരെ വന്നത് തൊട്ടടുത്തുള്ള ഒരു കടയിലോട്ടായിരുന്നേ. അവിടെ വന്നിട്ട് കുറച്ച് കപ്പയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ദേ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുളിച്ച് മേലൊക്കെ ഒന്ന് കഴുകിയിട്ടൊക്കെ റെഡിയാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു അടുക്കള കിടന്ന് പണിയെടുക്കുമ്പോഴത്തേക്ക് ആകെ വീർത്തൊരു വഴിയാവും. അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയെങ്കിൽ കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരെ ദേ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. കപ്പയൊക്കെ കഷ്ണം കഷ്ണമാക്കി മുറിച്ചെടുത്ത് വൃത്തിയാക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനീഷേട്ടൻ എൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ആൾ പോകുന്നില്ല, ഞാനും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു വഴിയിൽ ആളെ തള്ളി കുളിക്കാൻ വിട്ടിട്ട് ഞാൻ ദേ നമ്മുടെ കപ്പയൊക്കെ കുക്കറിനകത്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടിയാണ്. അവിടെ നമ്മൾ വൃത്തിയാക്കി കപ്പയൊക്കെ അരിഞ്ഞതല്ലേ, അപ്പോൾ മണ്ണൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ വൃത്തിയാക്കി റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് ദാ നമ്മുടെ വിസിലടി കേട്ടു. അപ്പോൾ പിന്നെ നമുക്ക് കപ്പ റെഡിയാക്കി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ചമ്മന്തിയുടെ കാര്യം ആദ്യം ഞാൻ വിചാരിച്ചത് മുളകും പിന്നെ നമ്മുടെ ചെറിയുള്ളിയും എണ്ണയൊക്കെ ചേർത്ത് മിക്സിയിൽ അടിച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ്. ലാസ്റ്റ് ടൈമിൽ പ്ലാൻ മാറ്റി ഈ ഒരു ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിന് അങ്ങനെ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. വേവിക്കാൻ വേണ്ട, മിക്സിയിൽ അടിക്കാൻ വേണ്ട. കുറച്ച് സവാള അങ്ങോട്ട് അരിയുക, കുറച്ച് ഉപ്പിടുക, കുറച്ച് മുളക് പൊടി ഇടുക, പിന്നെ ഇതാ കുറച്ച് പുളി ഇടുക, പിന്നെ കൈകൊണ്ട് അങ്ങോട്ട് ഞെരടുക. നമ്മുടെ കറി റെഡിയായി. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ നേരെ മേലിടാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. രാത്രിയിൽ കപ്പയൊക്കെ കഴിച്ച് കുശാലായിട്ട് അങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നെന്തായിരുന്നു നിങ്ങൾക്ക് രാത്രിയിൽ കഴിക്കാനുണ്ടായിരുന്നത്? ഇപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾ രാത്രിയിൽ ചോറ് കഴിക്കാറില്ല കേട്ടോ. നേരത്തെ എപ്പോഴും ചോറായിരുന്നു കഴിക്കാറ്. അങ്ങനെ എന്തായാലും മേലൊക്കെ കഴുകി വന്നിട്ട് ഞങ്ങളിതേ കപ്പ കഴിക്കാൻ പോവാണ് കേട്ടോ. ഈ ഒരു നല്ല വെന്ത കപ്പയും പിന്നെ ദാ ഈ ഒരു മുളക് ചമ്മന്തിയും ഒരു കട്ടനും കൂടെ കൂട്ടി കഴിക്കുമ്പോഴുള്ള സ്വാദുണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.